مدرس ورئيس هذه الجامعة. هذه الكتب هدية لكم. أيضا واحد وهذا أيضا بالنسبة إلى صدقين. الله شكر الله لك يا سيد. نراكم صباحا إن شاء الله هناك في المركز. أنتم مسموحون للذهاب وأنتم ترتاحون هناك إن شاء الله. بسم الله عظيم القدرة والسلام شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف خلق الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. صدق الله العظيم. أقرب الناس إلى الله أحسنهم أخلاقا. صدق رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു നീണ്ട പ്രസംഗം ഇപ്പോൾ ചെയ്യുന്നില്ല. ഒന്നാമതായി നാം മാനസികമായി വളരെ വിഷമിക്കുന്ന സമയമാണെന്ന് നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ السيد عبد الرحمن البخاري رحمة الله عليه മഹാവരോട് പറഞ്ഞു, മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. ഒരു ആലിമിന്റെ മരണം ആലമിന്റെ തന്നെ മരണമാണ്, ലോകത്തിന്റെ തന്നെ മരണമാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഒരു സാധാരണ ഒരു ആലിമു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഏറ്റവും വലിയ മുഹഖിഖായ ആലിം. മഹാനവറുകൾ ദർസ് നടത്തിയിരുന്ന കാലത്ത് ഈ കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് മാത്രം കഴിയുന്നതും അല്ലാത്ത സാധാരണ മുദരിസുമാർക്ക് ദർസ് നടത്താൻ കഴിയാത്തതുമായ ഗ്രന്ഥമാണ് ഷാഫി മദ്ഹബിന്റെ ഫിഖ് വിവരിക്കുന്ന തുഹ്ഫ. അത് നല്ലപോലെ മുതാല ചെയ്തിട്ടില്ലെങ്കിൽ സാധാരണ ചെറിയ മുദരിസുമാരെ കൊണ്ടൊന്നും ദർസ് നടത്താൻ കഴിയില്ല. അങ്ങനത്തെ തുഹ്ഫ ബഹുമാനപ്പെട്ട തങ്ങൾ ദർസ് നടത്തിയിരുന്നത് ഇങ്ങനെ നടക്കും. അപ്പൊ അവിടുന്ന് വായിക്കുമെന്ന് പറയും. മുതാലിമ്യങ്ങൾ വായിക്കുന്നത് തെറ്റിപ്പോയാൽ
തിരുത്തിക്കൊടുക്കും. ആ നിലക്ക് ദർസ് നടത്തിയിരുന്ന വലിയ മുഹഖിഖായ ആലിമായിരുന്നു, അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയ മഹാൻ. ഇത് രണ്ടിനും പുറമെ ഇബാദത്ത്. ഇപ്പോ വഫാത്താകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഞാനവിടെ വീട്ടിൽ പോയപ്പോ അവിടത്തേക്ക് ബുറുദ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ബുറുദ കേൾക്കുന്നത് തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അവിടെയുള്ള കുട്ടികളോട് നിങ്ങളൊന്ന് ബുറുദ ചൊല്ലി എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എഴുന്നേറ്റ് കട്ടിലിന്റെ മുകളിൽ ഇരുന്ന് ഞാൻ എന്നോട് വളരെ നിർബന്ധിച്ചപ്പോൾ ഞാനും അതിൻ്റെ പുറത്തുള്ള ഒരു കസേലയിൽ ഇരുന്ന് അങ്ങനെ കുട്ടികൾ ബുറുദ ചൊല്ലി. എന്തോ ഒരു ആനന്ദമാണ്. ബുറുദയുടെ ഓരോ വരികളും ചെല്ലുമ്പോൾ പകുതിയാവുമ്പോൾ തങ്ങൾ അതിൽ കൂടിത്തരുന്നു. ഇപ്പോ വഫാത്തിന്റെ ഒരാഴ്ച മുമ്പ് അങ്ങനെ ബുറുദ ചൊല്ലി. അതിനുശേഷം ഞാൻ അവിടത്തോട് ചോദിച്ചു, ക്ഷീണമുണ്ടെങ്കിലും ഇപ്പോൾ ഔറാദുകളൊക്കെ കൊണ്ടുവരാറുണ്ടോ? ഉണ്ട്. ദലായിൽ ഖൈറാത്ത് എല്ലാ ദിവസവും ഇവിടുന്ന് ചെല്ലാറുണ്ടായിരുന്നല്ലോ, അതിപ്പോഴും ചൊല്ലുന്നുണ്ടോ? എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നും ചൊല്ലിയിട്ടുണ്ട്. എല്ലാ ദിവസവും സുബഹി നിസ്കരിച്ചാൽ ഖുർആൻ ഓതലുണ്ടല്ലോ ഇവിടുന്ന്, അതിപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതിനൊരു പ്രയാസവുമില്ല, ഞാൻ ഇന്നും ഖുർആൻ ഓതിയിരിക്കുന്നു എന്ന് വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ പോയപ്പോൾ പോലും മഹാനവറുകൾ 93 വയസ്സായ ബഹുമാനപ്പെട്ട താജുൽ തങ്ങൾ പറഞ്ഞു, രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞ് രാവിലെ ട്രെയിനിൽ ചിലപ്പോൾ കോഴിക്കോട്ടേക്ക് ഞങ്ങൾ ഒന്നായിട്ട് പോന്നിട്ടുണ്ട്. സുബഹി നിസ്കാരത്തിന്റെ ടൈമിൽ വണ്ടിയിൽ കയറി സുബഹി നിസ്കരിച്ചതിന്റെ ശേഷം വണ്ടിയിൽ കയറിയാൽ രാത്രി മുഴുവനും ഉറക്കൊഴിച്ച തങ്ങൾ ദലായിൽ ഖൈറാത്ത് ചൊല്ലുകയും ഖുർആൻ ഓതുകയും മറ്റ് ഔറാദുകൾ ചൊല്ലുകയും ചെയ്തിട്ടല്ലാതെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നത് അവിടുത്തെ ജീവിത ചിട്ടയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദലായിൽ ഖൈറാത്തിനോട് വലിയ ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് അവിടത്തെ ചതിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ കൊല്ലം ഒരാള് ഒരു ദലായിൽ ഖൈറാത്തിന്റെ കിതാബ് കൊണ്ട് കൊടുത്തു. നല്ല ഭംഗിയുള്ള കെട്ടും മട്ടും ഒക്കെ ഉള്ള ഒരു ദലായിൽ ഖൈറാത്തിന്റെ കിതാബ് കൊണ്ട് കൊടുത്ത് ഇത് തങ്ങൾക്ക് ഹദിയാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് വാങ്ങി വെച്ച് കുറച്ചു കഴിഞ്ഞപ്പോ തങ്ങളെ ഖാദിമ് അബ്ദുൽ കരീം ഹാജിയെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുൽ കരീം ഈ കിതാബ് ഒന്ന് നോക്ക്, എനിക്കൊരാൾ കൊണ്ടുത്തന്നതാണ്. നോക്കുമ്പോൾ അതിന്റെ വലത്തെ ചട്ട കീറിയിട്ട് അതിന്റെ കടലാസ് പൊളിച്ച് അതിന്റെ മുമ്പിൽ സിഹർ ചെയ്തിട്ട് വെച്ചിട്ട് അത് ഒട്ടിച്ചിട്ടാണ് കൊണ്ടുകൊടുത്തത്. ഞാൻ പിറ്റേന്ന് അവിടെ ചെന്നപ്പോ എനിക്ക് കാണിച്ചു തന്നു, എന്നെ കൊല്ലാൻ സിഹർ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ട് കൊണ്ടുതന്നു. പക്ഷെ ഞാൻ സ്വീകരിക്കല് ദലായിൽ ഖൈറാത്താന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടാണെന്ന് വെച്ചിട്ട് അവൻ അതിലാണ് ഈ സിഹർ ചെയ്തിട്ട് തകിടും എഴുതി കൊണ്ടുവച്ചത്. പക്ഷെ അള്ളാഹു എന്നെ കാത്തു. ഞാൻ ആ കിതാബ് എടുത്ത് നോക്കിയിട്ടില്ല, ഓതിയിട്ടില്ല. എന്നെ അള്ളാഹു കാത്തു. ഇന്ന് തന്നെ അതൊന്ന് എന്താണ് ആ കിതാബിന്റെ സ്ഥിതി എന്ന് നോക്കാൻ എന്റെ ഖാദിമിനോട് പറയാൻ എനിക്ക് തോന്നി ഇന്നലെ തന്നെ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അങ്ങനെ വലിയ മഹാനായിരുന്ന സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റഹ്മത്തൻ വാസിഅ മഹാനവറുകൾ അള്ളാഹു അവരെ ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് ശറഫിനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ വല്ല ദോഷങ്ങളുമുണ്ടെങ്കിൽ അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി അവിടുത്തെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ഞാൻ അധികമായി സംസാരിക്കുന്നില്ല. ഒന്നാമതായി ഇപ്പോൾ റബീഉൽ അവ്വൽ 1 മുതൽ എല്ലാ ദിവസവും പരിപാടിയാണല്ലോ. എല്ലാ ദിവസവും ഒറ്റ ദിവസവും ചെയ്യാണ്ട് പരിപാടിയാണ്. അതിൻ്റെ പുറമെ ഈ തുറന്ന സ്റ്റേജ് ഇപ്പം അടുത്ത കാലത്തുണ്ടായ ഒരു പുതിയ രീതിയാണ്. അതുകൊണ്ട് തലയിൽ മഞ്ഞ് ഇറങ്ങിയാൽ കൂറ്റ് അടച്ചു പോവുകയും ഒക്കെ ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറച്ചു കാലം മുമ്പ് ഇവിടെ ഒരു കൂട്ടം നടന്നത് മൗലൂദ് കഴിക്കാൻ പാടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മൗലൂദ് കഴിച്ചിട്ടുണ്ടോ, സഹാബത്ത് കഴിച്ചിട്ടുണ്ടോ, മറ്റതാണോ മറിച്ചതാണോ എന്നുള്ള ചോദ്യമായിട്ടാണ്. അവരിപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഹിജറ 300 കൊല്ലം കഴിഞ്ഞാലാണ് മൗലൂദിന്റെ സമ്പ്രദായം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഒരു നോട്ടീസ് കണ്ട്. ഹിജറ 300 കഴിഞ്ഞിട്ടോ 200 കഴിഞ്ഞിട്ടോ 100 കഴിഞ്ഞിട്ടോ അല്ല, മൗലിദ് അഥവാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് എന്ന് പറഞ്ഞാൽ അവിടത്തെ മദ്ഹ് പറയുക, പ്രശംസിക്കുക, പ്രകീർത്തിക്കുക, അതാണല്ലോ മൗലിദ്. അത് അറബിയിലുണ്ട്, മലയാളത്തിലുണ്ട്, മറ്റ് ഭാഷകളിലുമെല്ലാം ഉണ്ട്. ഓരോരുത്തർക്കും അറിയാവുന്ന ഭാഷയിൽ അവർ പ്രശംസിക്കും. ഈ പ്രശംസ അത് എന്ന് തുടങ്ങിയതാ? അത് ഖദീമിൽ ഉള്ളതാണ്, ഹാദിസ് അല്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ച ഒരായത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹു തആലയും അവന്റെ കോടാനുകോടി മലക്കുകളും യുസല്ലൂന അലൻ നബിയ്യി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, കുറഞ്ഞ വാക്ക്. സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സല്ലു അലൈഹി, നിങ്ങളും സ്വലാത്ത് നിർവഹിക്കണം എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ഇവിടെ അല്ലാഹു തആല സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്നു എന്നല്ല. അങ്ങനെ ആവാൻ നിവൃത്തിയില്ല. പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ അതാ ഈ ആയത്തിന്റെ തഫ്സീർ വിവരിച്ചുകൊണ്ട് പറയുന്നു, ഖാല അബുൽ ആലിയ അസ്സലാത്തു മിനല്ലാഹി അസ്സനാഉ വൽ മദ്ഹു. അല്ലാഹു തആല സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു തആല പ്രകീർത്തിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുകയാണ്, പ്രശംസിക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകളും പ്രകീർത്തിക്കുന്നു, പ്രശംസിക്കുന്നു. മുഅ്മിനീങ്ങളെ നിങ്ങളും പ്രകീർത്തിക്കണം, പ്രശംസിക്കണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിച്ചു കൊള്ളണം, അവിടുത്തെ പ്രകീർത്തനം നമ്മൾ നടത്തിക്കൊള്ളണം എന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അല്ലാഹുവിന്റെ കലാമാണിത്. അല്ലാഹു ഖദീമാണ്. ആ ഖദീമിൽ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദ്, അവിടുത്തെ മദ്ഹ് നടക്കുകയാണ്. പിന്നീട് മലായിക്കത്തിനെ അല്ലാഹു പടച്ചു. ആ മലായിക്കത്തും ഈ മൗലിദ് ചൊല്ലി. അമ്പിയാക്കളുടെ മൗലിദുകളൊക്കെ പറഞ്ഞ ചരിത്രം ധാരാളമുണ്ട്. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്നിങ്ങോട്ട് കടക്കാൻ ഒരുങ്ങി. അപ്പോ കുറച്ച് സ്വഹാബികൾ അവിടെ വട്ടത്തിൽ, പള്ളിയിൽ ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നിട്ട് മൗലൂദ് ഓതുക. മൗലൂദ് ഓതുമ്പോ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ മൗലിദുകൾ, ചരിത്രങ്ങൾ
അവരിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അമ്പിയാക്കളുടെ പേരും പ്രശസ്തിയൊക്കെ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കണ്ടപ്പോ ഏതായാലും സഹാബികൾ ഇത് പറയാണല്ലോ, ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നാൽ പെട്ടെന്ന് അവർ നിർത്തിക്കളയും എന്ന് കരുതിയിട്ട് കുറച്ചവിടെ മാറി നിന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവിടത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. ഈ കൂട്ടത്തിൽ ഇബ്രാഹിം ഖലീലുള്ളാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണെന്ന് നിങ്ങൾ പറഞ്ഞു, മൂസ കലീമുല്ലാഹി എന്ന് പറഞ്ഞു, ഈസാ റൂഹുല്ലാഹി എന്ന് പറഞ്ഞു. ഇതെല്ലാം ശരി തന്നെ, പക്ഷേ ഞാൻ എന്റെ ഒരു മൗലിദും കൂടി കൂട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, അന ഖലീലുല്ലാഹി വ ഹബീബുല്ലാഹി, അന ഖലീലുല്ലാഹി വ ഹബീബുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ഖലീലും ആണ് അള്ളാഹുവിന്റെ ഹബീബും കൂടിയാണ്. ഹബീബ് എന്ന ഈ സ്ഥാനം മറ്റൊരാൾക്കുമില്ല. എന്താണ് ഹബീബിന്റെ അർത്ഥം? ഈ ഹബീബ് ഉദ്ദേശിച്ചതൊക്കെ മറ്റേ ഹബീബ് ചെയ്തു കൊടുക്കും, മറ്റേ ഹബീബ് ഉദ്ദേശിച്ചതൊക്കെ ഈ ഹബീബ് ചെയ്യും. ഇവരിഷ്ടപ്പെടുന്നതല്ലാതെ മറ്റേ ആൾ ഉദ്ദേശിക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നതല്ലാതെ അത് പറയുകയോ ചെയ്യുകയോ ഇല്ല. ഇതാണ് ഹബീബിന്റെ അർത്ഥം. നമ്മളെ വാപ്പയും നമ്മൾ കൂടി നോക്കിയാൽ നമ്മൾ ഹബീബാന്ന് പറയാൻ പറ്റില്ല. വാപ്പന്റെ ഹബീബ, മോനിന്റെ ഹബീബ എന്ന് പറഞ്ഞാല് വാപ്പ പറയാൻ പറ്റും, എന്റെ സ്വത്ത് മുഴുവനും ഞാനിതാ നിനക്ക് തരുന്നില്ല, ബാക്കിയുള്ള മക്കൾക്ക് കൊടുത്ത്. നല്ല ഇഷ്ടാവൂലേ മോന്? എന്റെ വാപ്പക്ക് എന്തോ കുറച്ച് തകരാറ് പറ്റിയിരിക്കുന്നത് അപ്പൊ പറയും. അപ്പൊ ഹബീബ് എന്ന് പറയണമെങ്കിൽ ആ വാപ്പ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെടണോ? അത് മകൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഇവിടെ മകൻ പറയുന്നതൊക്കെ വാപ്പക്ക് ഇഷ്ടപ്പെടും. മകൻ പറയാണ്, നിങ്ങളെ സ്വത്തല്ല കൂടി എനിക്ക് തരണോ, ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ടാണ്. ഇത് വാപ്പ ചെയ്യോ? അപ്പോ യഥാർത്ഥത്തിൽ ഒരു വാപ്പയും മകനും ഹബീബ് എന്ന് സാക്ഷാൽ യഥാർത്ഥ ഹബീബ് എന്ന് പറയാൻ പറ്റില്ല. ഭാര്യയും ഭർത്താവും ഹബീബ് എന്ന് യഥാർത്ഥത്തിൽ പറയാൻ പറ്റില്ല. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, അതൊരു നാടന്മാനക്കുള്ള ഹബീബാണ്. യഥാർത്ഥ ഹബീബ് ആവണമെങ്കിൽ എങ്ങനെ പൂർണ്ണമായി ചെയ്യണം? നോക്ക് നിങ്ങൾ, പരിശുദ്ധ കഅബയിലേക്ക് ഖിബിലയാക്കി കിട്ടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആഗ്രഹം. നബി തങ്ങൾക്കൊരാഗ്രഹം, മദീനയിൽ ചെന്നപ്പോ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്. 16 മാസം അല്ലെങ്കിൽ 17 മാസം അങ്ങനെ നിസ്കരിച്ചു. ആ സമയത്തെല്ലാം ഇബ്രാഹിം നബിയുടെ ഖിബിലയായ കഅബ തന്നെ നമുക്ക് ഖിബിലയായി കിട്ടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആഗ്രഹം. അല്ലാഹു പറയുന്നത് കേട്ടോ, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ, ഓ നബിയേ, കഅബത്തിലേക്ക് തിരിയാൻ കൽപ്പന വരുമോ എന്ന പ്രതീക്ഷ തങ്ങൾക്കുള്ളതായി അല്ലാഹു അറിയുന്നു. തങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നതായി അല്ലാഹു അറിയുന്നു. എന്നാൽ അങ്ങോട്ട് തിരിഞ്ഞോളൂ എന്നല്ല പറയുന്നത്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, നബിയേ, തങ്ങൾ എന്താണോ പൊരുത്തപ്പെടുന്നത് ആ ഭാഗത്തേക്ക് തിരിക്കാൻ അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. ആകയാൽ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ഇന്നു മുതൽ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയുക നബിയേ. നോക്കൂ നിങ്ങൾ, ഒരു വാപ്പക്ക് കുറെ മക്കളുണ്ട്. ഒരു മകനോട് പറഞ്ഞു ഒരു വീടുണ്ടാക്കിയിട്ട് നീ അവിടെ പോയി താമസിച്ചോ, മറ്റേ ആളോട് പറഞ്ഞു അവിടെ പോയി താമസിച്ചോ, എല്ലാവരോടും പറഞ്ഞു. ഒരു മകനോട് പറയുന്നു, മകനെ, നീ ഇപ്പോൾ താമസിക്കുന്ന വീട് അല്ല, നിനക്ക് ഇഷ്ടം ഉള്ളത് ഇന്ന വീടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചത്, അതിനാൽ നീ ഇഷ്ടപ്പെട്ട വീട്ടിൽ പോയി താമസിച്ചോ എന്ന് പറഞ്ഞാൽ ഈ മകനും മറ്റുള്ള മക്കളും ഒരുപോലെയല്ലല്ലോ.
അതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, തങ്ങൾ പൊരുത്തപ്പെടുന്ന ഖിബല, ആ ഖിബലയിലേക്ക് തങ്ങളെ നമ്മൾ തിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തങ്ങളെ പൊരുത്തം പോലെ, തങ്ങളെ ഇഷ്ടം പോലെ അല്ലാഹു തആല തീരുമാനിക്കുന്നു. നോക്ക് നിങ്ങൾ, ഇതാണ് ഞങ്ങൾ ഈ മുജാഹിദിനെയും ജമാഅത്തിനെയൊക്കെ ഗണ്ണിക്കാൻ കാരണം. നിങ്ങൾ മനസ്സിലാക്കണം, സാധാരണക്കാർക്കൊരു ചെറിയ സംശയം ഇടക്കിടക്കൊക്കെ ഉണ്ടാവും. ഇവര് കയറി നിൽക്കുമ്പോഴേക്ക് മറ്റേ കൂട്ടരെ ആക്ഷേപിക്കുന്നു, മറ്റേ കൂട്ടരെ പറയുന്നു. ഞങ്ങൾ ആരെയും പറയുന്നില്ല, ആരെയും ആക്ഷേപിക്കാതെ തെറി പറയാത്ത കൂട്ടരുണ്ടെങ്കിൽ ഞങ്ങളേ ഉള്ളൂ. പക്ഷേ ചില യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാതെ കഴിയില്ല. ഇവിടെ മുജാഹിദിന്റെ ഒരു നേതാവിനോട് ചോദിച്ചു ഒരു ചോദ്യം, ഇവിടുത്തെ മൗലൂദിന് ശിർക്കുണ്ട്, അവിടെ ശിർക്കുണ്ട്, ഇവിടെ ശിർക്കുണ്ട് എന്നിങ്ങനെ ഇയാൾ കുറെ എഴുതിയപ്പോ സെൽസബീല് 4-ാം പുസ്തകം 4-ാം ലക്കത്തിന്റെ 44-ാമത്തെ പേജിൽ ഒരു ചോദ്യോത്തരം. മൗലവി സാഹിബ് കഴിഞ്ഞ ലക്കങ്ങളിൽ പറഞ്ഞതനുസരിച്ച് ഇവിടെ നിർമ്മിക്കപ്പെട്ട മൗലിദുകളിലൊക്കെ ശിർക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് മുഹമ്മദ് നബിയുടെ മദ് പറയുന്ന ഒരു മൗലിദ് ഉണ്ടാക്കിയാൽ അത് ഓതാൻ പാടുണ്ടോ എന്ന ചോദ്യം സെൽസബീല് 4-ാം പുസ്തകം 4-ാം ലക്കത്തിന്റെ 44-ാമത്തെ പേജ്, ആ പേജിൽ ചോദിച്ചത് മൗലവി പറഞ്ഞു, ഇല്ല ഇല്ല, പ്രസ്തുത മൗലൂദ് ഓതുന്നവനും കാഫിറാകും. മുഹമ്മദ് നബിയുടെ പൊരുത്തം കരുതിയാണ് അവൻ ഓതുന്നത്, അതുകൊണ്ട് അവൻ കാഫിറായി പോകും എന്ന്. സഹോദരന്മാര് ചിന്തിക്കണം, എത്ര സംഭവമാണ് ഹദീസിൽ സ്വഹാബികൾ തന്നെ ചെയ്തത്. റസൂലുള്ളാഹിനെ പൊരുത്തപ്പെടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് എത്രയോ സംഭവങ്ങൾ ഹദീസിലുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം അത് കരുതുകയാണ് വേണ്ടത്. ആ പൊരുത്തത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എത്രത്തോളം റസൂലുള്ളാഹിന്റെ പൊരുത്തം നിങ്ങൾ നോക്കണം. ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം നിസ്കാരത്തിലായിരുന്നു, അദ്ദേഹം നിസ്കരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ആലോചിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങളുടെ വിളിക്ക് ഉത്തരം ചെയ്താൽ മതിയെന്ന് കരുതി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ചെന്ന് പേടിച്ചുകൊണ്ട് വളരെ അതുപോലെ പറഞ്ഞു, കുന്തു ഉസല്ലി യാ റസൂലല്ലാഹ്, ഞാൻ നിസ്കരിക്കുകയായിരുന്നു നബി തങ്ങളെ, അതുകൊണ്ടാണ് അവിടുത്തെ വാക്ക് ഞാൻ വിളിച്ചപ്പോൾ ഉത്തരം ചെയ്യാതിരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നത് കേട്ടോ, അലം തസ്മഉ ഖൗലല്ലാഹി തആല യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യഹ്യീകും. അല്ലാഹു തആലയും റസൂലുള്ളാഹിയും വിളിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു കൊള്ളണം. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചാൽ അവിടുത്തെ വിളിക്ക് ഉത്തരം ചെയ്യണം. അവിടെ നിസ്കാരത്തിന്റെ ഉള്ളിലെന്നോ, അതുകൊണ്ട് നീ നിസ്കരിക്കുന്ന സമയത്താണെങ്കിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് നേരിട്ട് അഭിസംബോധനം ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചാൽ ഉടനെ ഉത്തരം ചെയ്തു കൊള്ളണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. നീ കണ്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ച ഈ ഹദീസ് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ പൊരുത്തം അവിടുന്ന് വിളിച്ചാ പോയിക്കൊള്ളണം, അവിടുന്ന് പറഞ്ഞാ പോണം. നിസ്കാരത്തിന്റെ ഉള്ളിൽ സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകും. 3 അനക്കം ഇങ്ങനെ ചൊറിയുമ്പോ ഇങ്ങനെ 3 അനക്കം
ചൊറിഞ്ഞു പോയാൽ നിസ്കാരം ബാത്തിലായി പോകും. ചില ആളുകളൊക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇങ്ങനെ സുജൂദ് പോയി കൊണ്ട് വരുമ്പോ ഒരു പിടിച്ച് തട്ടല്, പിന്നെ മുടിയൊന്ന് ഇങ്ങനെ തട്ടി, തലക്കെട്ട് ഇങ്ങനെ തട്ടി, ഇങ്ങനെ തട്ടിയിട്ട് നിസ്കാരം ബാത്തിലായി പോകുന്ന സ്വഭാവമുണ്ട്. 3 അനക്കം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലായി പോകും. അതുപോലെ സംസാരിച്ച നിസ്കാരം ബാത്തിലായി പോകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചിട്ട് നിസ്കാരത്തിന്റെ ഇടയിൽ നടന്നങ്ങ് പോയി ഒരു കാര്യം അവിടുന്ന് പറഞ്ഞതൊക്കെ കേട്ട് ചെയ്തു കൊടുത്ത് തിരിച്ചു വന്നാലും നിസ്കാരം ബാത്തിലാകൂല. എന്താണ് സഹോദരങ്ങളെ, നിങ്ങൾ അനുവദിക്കണം. 3 അനക്കല്ല 100 അനക്കമറിയാലും അള്ളാഹുവിന്റെ ഹബീബിന്റെ വിളിക്കുത്തരം ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നിസ്കാരം ബാത്തിലല്ല. ഇതാരാണ്? ഇതെന്താണ് സംഭവം? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ്, അവിടുത്തെ ജീവിത ചരിത്രം പറയുക, അവിടുന്ന് ജനിച്ചപ്പോഴുള്ള ചരിത്രം പറയുക. മൗലിദ് എന്നതിന് പേര് പറയുന്നത് തസ്മിയത്തുൽ കുല്ലി ബിസ്മിൽ ജുസ്ഇ എന്നാണ്. ഇൻഷാ അല്ലാഹ് نراكم غدا ان شاء الله. عرفهم يا ريت ان انا كنت جاي امن اقابل الشيخ عبد الرحمن، وكانت يعني كبيره. قابلنا والله ان شاء الله. طيب كنت اخذ منه اجازه ان شاء الله. ദുബൈയിലെ ഷറഈ കോർട്ടിലെ ഏറ്റവും ഉന്നതനായ ഒരു ജഡ്ജിയാണ് ഇപ്പൊ ഈ സംസാരിച്ചത്. ദുബൈ ഗവൺമെന്റിന്റെ കോർട്ടിലെ ഖാദിൽ ഖുലാത്ത്, അവിടുത്തെ ഉന്നതമായ ജഡ്ജിമാരുടെ മേൽ ജഡ്ജിയായ പണ്ഡിതനായി ഇപ്പൊ സംസാരിച്ചത്. ആധാറുകളെ പറ്റിയൊക്കെ സംസാരിച്ചത്. ഇതൊന്നും ഈ ലോകത്തുള്ള ജനങ്ങൾക്ക്, ചുരുക്കാളുകൾക്ക് അറിയുന്നില്ലേ എന്ന് നമുക്കിങ്ങനെ തോന്നുകയാണ്. അറിയാത്തത് കൊണ്ടല്ല, മത്സര ബുദ്ധിയാണ്. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ഹൃദയം കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മളെ ദീൻ ഇവിടെ പൊടിയൂല, അതിന് സംശയം വേണ്ട. അതിവിടെ പൊടിയൂല. ഞാൻ പറഞ്ഞില്ലേ, കുറെ കാലം മൗലൂദ് പാടുണ്ടോ എന്ന് ചോദിച്ചിട്ട് നടന്ന്. ഇപ്പോ അവരാ വാക്ക് ഇപ്പോഴും വില പറഞ്ഞുകൊണ്ടിരിക്കുക. പഴയ വല്ലതി അത് സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? സഹാബത്ത് ചെയ്തിട്ടുണ്ട്, താബിയുകൾ ചെയ്തിട്ടുണ്ട്, അയിമ്മത്ത് മുജ്തഹിദുകൾ ചെയ്തിട്ടുണ്ട്, മഹാന്മാരായ മുഴുവൻ ആളുകളും മൗലിദ് നടത്തിയിട്ടുണ്ട്. ഇദ്ഹാറുൽ ഫർഹി വസ്സുറൂർ ബിമീലാദിൻ നബിയിൽ മബ്റൂർ എന്ന അറബി ഭാഷയിൽ ഞാൻ എഴുതിയ മൗലിദിന്റെ ഗ്രന്ഥത്തിൽ ഞാൻ അതെല്ലാം തരപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മൗലിദ് സഹാബത്ത് ചെയ്തിട്ടുണ്ട്, 4 മദ്ഹബിന്റെ ഇമാമുകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ മറ്റ് മുൻഗാമികളായ നിരവധി പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട് എന്ന് ആ കിതാബിൽ ഞാൻ രേഖാമൂലം തെളിയിച്ചിട്ടുണ്ട്. മുതഅല്ലിമീങ്ങൾക്ക് നോക്കി വായിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിന്നെ 300 കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെ കിട്ടിയതാ നമുക്കറിയില്ല. 300 കഴിഞ്ഞിട്ട് മൗലൂദ് തുടങ്ങി. പിന്നെ ഹിജ്റ 300 ആയപ്പോ ഒരു വലിയ രാജാവ്, അൽ മലിക്കുൽ മുളഫർ തന്നെ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം 1000-ൽ പരം പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി, പൊതുജനങ്ങളെ വേറെയും വിളിച്ചു വരുത്തി, എല്ലാവർക്കും വിഭവമൃതായ ഭക്ഷണം കൊടുത്തു. മൗലിദ് കഴിഞ്ഞതിന് ശേഷം കൊടുത്തപ്പോ ഓരോ വ്യക്തിക്ക് മുമ്പിൽ ഒരു കോഴി, ഓരോ വ്യക്തിയുടെ മുമ്പിൽ ആട്ടിന്റെ മാംസം, ഇങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് വലിയ രാജാവല്ലേ അയാൾ കൊടുത്ത്. അബൂദാബിയിൽ ഷെയ്ഖ് സായിദിന്റെ മകളുടെ മൗലൂദിലും അങ്ങനെയാ. ഷെയ്ഖ് സായിദിന്റെ മകളുടെ മൗലൂദുണ്ട്, അവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമുക്ക് ആധാർ തന്ന ഖസ്റജിയുടെ പിതാവ് ഷെയ്ഖ് മുഹമ്മദ് ഖസ്റജിയുള്ള കാലത്തും ഇപ്പോഴും അവിടെയും റബീഉൽ അവ്വൽ 12-ന് മൗലൂദുണ്ടാവും. ഇങ്ങനെ വലിയ ആടിനെ ഇങ്ങനെ പുഴുങ്ങിയിട്ട് പൊരിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കും. എത്രയാൾ തിന്നാലും 1, 2, 3, 4
വട്ടം ആള് മാറി മാറി കഴിച്ചാലും തീരൂല. അത് ആലിമീങ്ങളും മുഴമ്പിയങ്ങളും കഴിവുള്ളവരും അങ്ങനെയാണ് അത് ചെയ്തു വരുന്നത്. അപ്പോ ഒരു 300 കൊല്ലം കഴിഞ്ഞപ്പോ അൽമലിക്കുൽ മുളഫർ വന്നപ്പോ അയാൾ ഇങ്ങനെ ചെയ്തു. അതുകൊണ്ട് മൗലൂദ് അന്നുണ്ടായതെന്ന് അർത്ഥം? മൗലൂദ് അന്നുണ്ടായതല്ല, ഭക്ഷണം കൊടുക്കലും അന്നുണ്ടായതല്ല. ശാപ്പാട്ട് രാമന്മാർക്ക് വേണ്ടിയുള്ള ഇതാണ് പറയല്. ഭക്ഷണം കൊടുക്കലും അന്ന് തുടങ്ങിയതല്ല. ബാബു മനാഖിബ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, ഖദീജ ബീവിയുടെ മൗലിദ്, ആ മൗലിദിന്റെ അധ്യയനം സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഒന്നിലധികം സ്ഥലത്ത് കാണാം. ഈ ഹദീസ് മാ ഗിർതു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മാ ഗിർതു ലഅഹദിൻ മിൻ നിസാഇൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു ലിഖദീജത്തുൽ കുബ്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഒരു ഭാര്യയോടും എനിക്ക് പ്രിയം ഉണ്ടായിരുന്നില്ല. ആയിഷ ബീവി പറയുകയാണ്, നബി തങ്ങളെ ഭാര്യമാരിൽ നിന്ന് ഒരു ഭാര്യയോടും എനിക്ക് പ്രിയം ഉണ്ടായിട്ടില്ല ഖദീജത്തുൽ കുബ്രയോടുള്ള പ്രിയം പോലെ. ഖദീജത്തുൽ കുബ്രയെ റസൂലുള്ളാഹി നേരത്തെ കെട്ടി അവര് വഫാത്തായി പോയി. ഹിജറിന്റെ എത്രയോ മുമ്പ് വഫാത്തായി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി വീട്ടുകൂടൽ ആദ്യമായി നടക്കുന്നത് തന്നെ ഹിജറ കഴിഞ്ഞിട്ട് 1 വർഷത്തിന് ശേഷമാണ് കേട്ടോ. അങ്ങനെ ഖദീജ ബീവിയെ കണ്ടിട്ടില്ല. എന്നാൽ ആയിഷ ബീവി പറയുന്നു, റസൂലുള്ളാഹിന്റെ മറ്റു ഭാര്യമാരെക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും പ്രിയം, ഏറ്റവും ബഹുമതിയും മഹത്വവും ഞാൻ മനസ്സിൽ കാണുന്നത് അല്ലാഹുവിന്റെ ഹബീബ് ആദ്യമായി വിവാഹം ചെയ്ത ഖദീജ ബീവിയോടാണ്. എന്താണ് കാരണം? കസീറൻ മാ യംദഹുഹാ, കസീറൻ മാ യംദഹുഹാ. ഖദീജ ബീവിയുടെ മൗലിദ് റസൂലുള്ളാഹി അധികമായി നടത്തുമായിരുന്നു. അഥവാ ഖദീജ ബീവിയുടെ മദ്ഹുകൾ, പ്രശംസകൾ, പ്രകീർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി നടത്തുമായിരുന്നു. വറുബ്ബമാ യദ്ബഹു ശാത്തൻ വയഖ്സിമു ലഹ്മഹാ അലാ സവാഹിബി ഖദീജ. ചിലപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബീവിയുടെ മദ്ഹ് പറഞ്ഞതിന് ശേഷം ആടിനെ വാങ്ങി അറുത്തിട്ട് അതിന്റെ മാംസം അടുത്ത സ്ത്രീകൾക്കെല്ലാം കൊടുക്കും. ഖദീജ ബീവിയുടെ ചങ്ങാഴ്ചകൾക്കും അടുത്ത വീട്ടുകാർക്കുമൊക്കെ കൊടുത്തയച്ചിരുന്നു. കണ്ടോ? അപ്പോൾ മദ്ഹ് പറയലും ആ പറഞ്ഞതിന് ശേഷം ഭക്ഷണം കൊടുക്കലും അതൊന്നും ഞങ്ങൾ കെട്ടിയുണ്ടാക്കിയതല്ല, നമ്മളെ മുൻഗാമികളായ വാപ്പപ്പന്മാർ ഉണ്ടാക്കിയതുമല്ല, അല്ലാഹുവിന്റെ ഹബീബ് തന്നെ ചെയ്ത് കാണിച്ചു തന്നതാണ്. പിന്നെ ഈ 1000-2000 ആളെ വിളിച്ചു വരുത്തി എല്ലാവർക്കും സദ്യ കൊടുത്തത് 300 കൊല്ലത്തിന് ശേഷമായതുകൊണ്ട് അതിന്റെ മുമ്പില്ലാതെ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഖുർആൻ മുമ്പില്ല എന്ന് പറയേണ്ടി വരും. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങി, സംശയമില്ലല്ലോ. ആ ഖുർആൻ സഹാബികൾ 30 ജുസും കാണാതെ പഠിച്ചു വെച്ചു, ഹിഫ്ളാക്കി വെച്ചു. ധാരാളം സഹാബികൾ, അവരിൽ പലരും ഖുർആൻ എഴുതി വെച്ചു. ഖുർആൻ എഴുതി വെച്ചു. ചില ആയത്ത് ചില പലക കഷ്ണത്തുമ്മൽ, മറ്റു ചില ആയത്ത് ചില തോലിന്റെ കഷ്ണത്തുമ്മൽ, വേറെ ചിലത് കടലാസിൽ, ഇങ്ങനെ എഴുതി സൂക്ഷിച്ചു വെച്ചു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം വന്നപ്പോ ഒരു യുദ്ധത്തിൽ കുറെ ഹാഫിളുകൾ മരിച്ചുപോയി, വഫാത്തായിപ്പോയി. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറഞ്ഞു, കുറെ മരിച്ചുപോയി, ഇനിയുള്ളവർ കൂടി മരിച്ചാൽ പിന്നെ ഖുർആൻ
ചിലപ്പോ കിട്ടാതാവും. എഴുതി വെച്ചത് അവിടെ ഇവിടെ പല സ്ഥലത്തുമാണല്ലോ എഴുതി വെച്ചത്. അത് ഒന്നായിട്ട് ഒരുമിച്ച് കൂട്ടുമ്പോ ഏതെങ്കിലും വിട്ടുപോയാലോ? അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ എഴുതി വെച്ച, പല സ്ഥലത്തും എഴുതി വെച്ച അത് ഒരുമിച്ച് കൂട്ടണം. ഹിഫ്ളുള്ള ആളുകളെ എല്ലാം കൂട്ടി ഒരുമിച്ച് കൂട്ടി 2 ചട്ടന്റെ ഇടയിലാക്കി നമ്മൾ ഓതുന്നത് പോലെ ഒരു മുസ്ഹഫാക്കിയത് എന്നാണ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലത്താണ്. അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പ് ഖുർആനില്ല എന്നാ പറയല്? അതിന്റെ മുമ്പ് ഖുർആനുണ്ട്. പക്ഷെ ഇങ്ങനെ 2 ചട്ടന്റെ ഇടയിലായി മുഴുവൻ 30 ജുസും ഖുർആൻ എഴുതുക എന്നത് അതിന്റെ മുമ്പില്ല. ഖുർആൻ നേരത്തെ ഉണ്ട്, ഖുർആൻ എഴുതി വെക്കലും നേരത്തെ ഉണ്ട്. ഖുർആനിന്റെ ഒരൊറ്റ ഹർഫുമില്ലാതെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരൊറ്റ ഹർഫുമില്ലാതെ എല്ലാവരും ഹിഫ്ള് ആക്കിയിട്ടും ഉണ്ട്. ഇങ്ങനെ 2 ചട്ടന്റെ ഇടയിലായി ഒരു മുസ്ഹഫാക്കി പിന്നീട് ഖുർആൻ തന്നെ ഓതുന്നതിൽ ചില നാട്ടുകാരുടെ ശൈലിയും രീതിയും ഇന്നലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അത്രയൊന്നും ചെല്ലുമ്പോഴേക്ക് ഭയങ്കര തിരക്ക്, അവിടെ വലിയ രസവും തന്നെയാ. കടക്കാരും അവരെ കൈ മലയാളം. പക്ഷേ മലപ്പുറം ജില്ലക്കാർക്ക് അത് മനസ്സിലാവില്ല. മലപ്പുറം ജില്ലക്കാർക്ക് അവർ പറയുന്നത് അങ്ങോട്ടും മനസ്സിലാവും, അവരും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല. രണ്ടും മലയാളം തന്നെ. ദത്തണ്ണി എന്ന് വെച്ചാൽ അവർക്ക് തിരിയോ? നമ്മളെ പഴയ ഭാഷയാണത്. ഇപ്പോഴത്തെ മലപ്പുറക്കാർക്ക് തന്നെ തിരിയൂല. ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിലുള്ള ചെറിയ ഈ ചെറുപ്പക്കാർക്ക് നമ്മുടെ പഴയ ആളുകളെ ഭാഷ തിരിയൂല. ഒരുപാട് വ്യത്യാസം വന്നുപോയി. അപ്പോ അങ്ങനെ ഒരു സംസാര ശൈലിയിൽ വ്യത്യാസം വന്നപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനിമേലിൽ ഖുറൈശികളുടെ ആ ശൈലിയിലും ഭാഷയിലുമല്ലാതെ ഖുർആൻ ഓതണ്ട, മറ്റേ ശൈലിയൊക്കെ മാറ്റണം, എല്ലാവരും ഖുറൈശി ശൈലിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ ഖുർആൻ നേരത്തെ ഉണ്ട്, മുസ്ഹഫിൽ ആക്കിയത് എന്ന് പറഞ്ഞത് കൊണ്ട് ഖുർആൻ ഇല്ലെന്ന് പറയില്ല. അതുപോലെ റസൂൽ മറയുന്നു തന്നെ ഉണ്ട്. അതെല്ലാം എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വായിക്കുന്നു. മനുഷ്യരും അള്ളാഹുവിന്റെ ഹബീബിലേക്ക് നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ശരീരത്തെ റസൂൽ തയ്യാറാവണം. അപ്പോഴേ മുഅ്മിനീങ്ങളെല്ലാം വയുസല്ലിമു തസ്ലീമാ, അല്ലാഹു
അല്ലാഹുവിന്റെ റസൂലിന് ഏൽപ്പിച്ചു കൊടുക്കണം, അവിടത്തേക്ക് വിട്ടുകൊടുക്കണം, തണ്ടം ചെയ്യണം. അതാണ് മുഴുവൻ സ്വഹാബികളും റസൂലുള്ളാഹിനോട് പറയുന്ന സമയത്ത് ഫിദാക അബീ വ ഉമ്മീ, ഞാനും എന്റെ ബാപ്പയും എന്റെ ഉമ്മയുമെല്ലാം അവിടത്തേക്ക് തണ്ടമാണ് നബിയെ എന്ന് പറയുന്നത്. എന്തിനെപ്പറഞ്ഞു നമ്മുടെ ആദിൽ ഖുറാത്ത് ചൊല്ലിയ ബൈത്ത് മദീന മുനവ്വറയിൽ നിങ്ങൾ സിയാറത്തിന് പോയാൽ ഇന്നും അവിടെയുണ്ട്. സിയാറത്തിന് സർഫാക്കപ്പെട്ട ആ റൗദത്ത് മുബാറക്കിന്റെ മുമ്പിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭിമുഖമായി നിന്ന് സംസാരിക്കുന്ന സമയത്ത്, സലാം ചൊല്ലുന്ന സമയത്ത് വലഭാഗത്ത് ഒരു തൂണ്, ഇടഭാഗത്തൊരു തൂണ്, രണ്ട് തൂണുണ്ടല്ലോ. ആ فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ഒരു വ്യക്തി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ആ ബൈത്ത് നീക്കിക്കൊണ്ട് അവർക്ക് അവിടെ ഭരണം നടത്താൻ സാധിച്ചില്ല, അവർ പേടിച്ചുപോയി. പിറ്റേ ദിവസം അത് രണ്ടാമതും എന്ന് എഴുതിച്ചു. ഇന്നും മദീനത്തെ ചുമരിന്റെ മുകളിലുണ്ട്, തൂണിന്റെ മുകളിലുണ്ട്. എന്താണ്? ഓ ഹബീബായ നബിയേ, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നബിയേ എന്ന് വിളിച്ചുകൊണ്ട് നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു, അവിടുന്ന് താമസിക്കുന്ന ഖബറിലേക്ക് എന്റെ ശരീരം തണ്ടമാണ്. റസൂലുള്ളാഹിക്ക് തണ്ടമാണ്. ഇതാ നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇവിടെ ഉള്ളത് തങ്ങളെ ഖബറിലേക്ക് എന്റെ ശരീരം തണ്ടമാണ്. അവിടുത്തെ ഖബറിന് വേണ്ടി. കാരണം ലോകത്ത് അല്ലാഹുവിന്റെ ഭൂമിയിലും ആകാശത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ശ്രേഷ്ഠരായ ഒരു മനുഷ്യരില്ലാത്തത് കൊണ്ട് തന്നെ, അതുപോലെ അവിടുന്ന് കിടക്കുന്ന ഖബറു ശരീഫിനെ പോലെ ശ്രേഷ്ഠതയുള്ള മറ്റൊരു സ്ഥലം ഇല്ല. കഅബത്തിനില്ല, മസ്ജിദുൽ ഹറാമിനില്ല, കഅബത്തിനില്ല, ഒന്നിനുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ആ സ്ഥലമാണ് ഏറ്റവും ശറഫാക്കപ്പെട്ട സ്ഥലം. ശറഫാക്കപ്പെട്ട സ്ഥലമായതുകൊണ്ട് ലിഖബ്രിൻ തസാകിനുഹു, അവിടുന്ന് വിശ്രമിക്കുന്ന, അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഖബറിലേക്ക് എന്റെ നഫ്സ് തണ്ടമാണ് എന്ന് പറഞ്ഞ ബെയ്ത്ത് അവിടെ ഉണ്ട്. നീ പോയിട്ട് ശിർക്കുകാരന് അതൊന്ന് അവിടുന്ന് വായിപ്പിക്ക്, എന്നിട്ട് ഇവിടെ ശിർക്കും പറഞ്ഞ് നടക്കാം. നിങ്ങളെ ഭരണാണെന്നല്ലേ പറയുന്നത്? സൗദി അറേബ്യയിൽ നിങ്ങളെ ഭരണാന്നാ പറയുന്നത്. ഈ മുജാഹിദ് ഒക്കെ പറയുന്ന നമ്മളെ ഭരണം അവിടെ. ആദ്യം പോയിട്ട് ഇതൊന്നും നടന്നു നീക്കട്ടെ ആ എഴുതിയത്. എന്തേ നീക്കാത്തത്? സാധിക്കില്ല. അതുപോലെ അവിടുത്തെ ഖബറു ശരീഫിന്റെ ചുറ്റുഭാഗത്തുള്ള ആ പിച്ചളക്കെട്ടിന്റെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട്, യാ സയ്യിദി യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാ ലീ സിവാക വലാ അൽബി അലാ അഹദി. ഇന്നും പോയി നോക്ക്, ടിക്കറ്റിന് പൈസ നമ്മൾ തരാം. അങ്ങനെ ആർക്കെങ്കിലും ഇല്ല എന്ന് വാദമുണ്ടെങ്കിൽ റസൂലുള്ളാഹി അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറു ശരീഫിന്റെ ചുറ്റുഭാഗത്തുള്ള പിച്ചളക്കെട്ട് ചുമര്, ആ ചുമരിന്റെ മുകളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, യാ സയ്യിദി യാ റസൂലല്ലാഹ്, എന്റെ സയ്യിദായ, എന്റെ
സയ്യിദായ നേതാവായ നബിയെ, അല്ലാഹുവിന്റെ റസൂലായ നബിയെ, ഖുദ് ബിയദി, എന്റെ രക്ഷപ്പെടുത്തേണമേ. മാലി സിവാക, അവിടെ നിന്നല്ലാത്ത മറ്റൊരാൾ എനിക്കില്ല, എനിക്ക് മറ്റൊരാളുമില്ല. അല്ലാഹു തആല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, അല്ലാഹു തആല ഉണ്ട്. അല്ലാഹുവിന്റെ അടിമകളിൽ തങ്ങളല്ലാതെ ഞങ്ങൾക്കില്ല. തങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങളിലേക്ക് നോക്കണം, ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം, ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്ന ബെയ്ത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാനും പൊന്മളയും ഉണ്ടാക്കിയതല്ല, ഉണ്ടാക്കില്ല. മദീനത്തെ പള്ളിയിൽ ഇന്നും ആധികാരികമായി അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് കേട്ടോ, യാ സയ്യിദി വല അൽവിയല അഹദി. രണ്ടാമത്തെ ബൈത്ത് യാ മൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദ ലിൽവാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദ്. ഈ ബൈത്തും അവിടെ വളരെ വ്യക്തമായി വെളിച്ചത്ത് കാണാം. അങ്ങനെ പോയിട്ട് ഈ ബൈത്തിന്റെ കുറെ ഭാഗം അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്, ചിലതൊക്കെ മായിക്കപ്പെട്ടു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല. അഖില ലോകത്തുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നു. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. തബ്ലീഗ് ജമാഅത്ത് എന്ന ഒരു സംഘടനയുണ്ട്. ഈ മഞ്ചേരിയിലും മറ്റും കെട്ടുംപാണവുമായി വരാറുണ്ട്, നടക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ തബ്ലീഗ് ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്താണ്? അവരുടെ തലതൊട്ടപ്പന്മാരും അവരുടെ അപ്പോസ്തലന്മാരും എഴുതി വച്ചിട്ടുള്ളത് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ ശിർക്കായി പോകുന്നതാണ്. യാ റസൂലല്ലാഹ് വിളിക്കാൻ പാടില്ല എന്നാണ് അവർ എഴുതി വെച്ചത്. അതുകൊണ്ടാണ് മക്കളെ, അവര് നിസ്കരിക്കാത്തത് കൊണ്ടല്ല, അവര് കള്ളു കുടിക്കുന്നത് കൊണ്ടല്ല, അവർ വ്യഭിചാരികളായത് കൊണ്ടല്ല ഞങ്ങൾ അവരെ എതിർക്കുന്നത്. യാ റസൂലല്ലാഹി എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് പറഞ്ഞാൽ മുശ്രിക്കായി പോകുമെന്ന് ഈ തബ്ലീഗാണ് എന്ന് ഇവിടുത്തെ തബ്ലീഗ് ജമാഅത്തുകാരെ പഠിപ്പിക്കുന്ന ഫളായിലു തബ്ലീഗ് എന്ന പേരിൽ അവരുടെ പള്ളികളിലൊക്കെ അടിച്ച് വിതരണം ചെയ്യുന്ന മലയാളത്തിലുള്ള പുസ്തകത്തിൽ പോലും അവർ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ എതിർക്കുന്നത്. നിങ്ങൾ മക്കളെ, തബ്ലീഗ് ജമാഅത്തിന് പോകരുത്. അവരെ നിസ്കാരം കണ്ട്, അവരെ താടി കണ്ട്, അവരുടെ പ്രവർത്തനം കണ്ട് നിങ്ങൾ വഞ്ചിതരായി പോകരുത്. വിശ്വാസം തെറ്റിപ്പോയാൽ എത്ര ഫലമില്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഈ കൂട്ടർ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായിപ്പോ? ഈ മുജാഹിദ് ജമാഅത്ത് ഇത് തന്നെ പറഞ്ഞു നടക്കല, അവർക്ക് വേറെ പണിയൊന്നുമില്ല. ഇപ്പോ കുറച്ച് കൂട്ടരും കൂടി കൊടുത്തുകള് ഇപ്പൊ കുറഞ്ഞൊരു കാര്യക്കൊണ്ട് പറഞ്ഞവരെ കുഴങ്ങി നമ്മൾ മുണ്ടിയില്ല. പിന്നെ നമ്മൾ മുണ്ടിയില്ല. നമുക്ക് എപ്പോഴും ഇത് പറയുന്ന പണിയല്ലല്ലോ, നമ്മൾ വേറെ പല പണികളില്ലേ. അപ്പൊ അവര് ജീവിക്കാൻ എന്താ മാർഗമെന്ന് ആലോചിച്ച് കിടക്കുകയായിരുന്നു. കിട്ടിപ്പോയി. ഇനി ഒരു കൊല്ലത്തൊക്കെ ജീവിക്കാൻ വേറെ പോയി പാനപാത്രം. ഇപ്പൊ അതുമായിട്ട് കെട്ടിക്കറിഞ്ഞ് നടക്കുകയാണ്. സഹോദരങ്ങളെ, ഇപ്പൊ ഇവിടെ പ്രസംഗിച്ച നമ്മുടെ ഖാദി, ദുബൈയിലെ ഖാദി, നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത് നിങ്ങൾ കേട്ടോ? ആ ആയത്ത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹത്തിന് സമയം കുറവായതുകൊണ്ട്. വിജയികളും പരാജയപ്പെട്ടവർ രണ്ട് കൂട്ടര്, ഹക്കിന്റെ അഹലുകാരും ബാത്തിലിന്റെ അഹലുകാര്.
അതിൽ ഹക്കിന്റെ അഹ്ലുകാര് ആരാണ്? മഹാന്മാരുടെ ആസാറുകളെ സ്വീകരിക്കുന്നവരാണ് എന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? അല്ലേ? ഖുർആൻ പഠിപ്പിച്ചതല്ലേ? വഖാല ലഹും നബിയ്യുഹും ഇന്ന ആയത്ത മുൽക്കിഹി. താലൂത്ത് ജാലൂത്തിന്റെ സംഭവം വന്ന് ആരാണ് രാജാവാകേണ്ടത്? ആരാണ് അറിയുന്നു? വഖാല ലഹും നബിയ്യുഹും, അവരുടെ നബി അവരോട് പറഞ്ഞു, ഇന്ന ആയത്ത മുൽക്കിഹി അയ്യൗതിയകുമു താബൂതു, അവർക്ക് ഒരു പെട്ടി വരും, ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും, അല്ലാഹുവിൽ നിന്നുള്ള സമാധാനത്തിന്റെ പല മാർഗങ്ങളും അതിലുണ്ട്. വബഖിയത്തും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ, മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും ഒഴിച്ച അവരുടെ ചില ആസാറുകളും അതിലുണ്ട്. അഥവാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയുണ്ട്, ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ തലയെക്കെട്ടുണ്ട്, അവിടുത്തെ തൊപ്പിയുണ്ട്, കുപ്പായമുണ്ട്. ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു പെട്ടി, ആ പെട്ടി നിങ്ങളിലേക്ക് വരും. അത് വരുന്നത് ആർക്കാണോ അവരാണ് സത്യത്തിന്റെ പാർട്ടിയെന്നും അത് വരാത്ത പാർട്ടി ബാത്തിലിന്റെ പാർട്ടിയാണെന്നും ഖുർആൻ പഠിപ്പിച്ചില്ലേ? അവർക്ക് പെട്ടി വന്നില്ലേ? ആ വന്നതിൽ നിന്നല്ലേ മൂസ നബി അലൈഹിസ്സലാമിന്റെ വടി കിട്ടിയത്? ആ വടി അതിലേക്ക് പ്രത്യേകം ഇവരൊക്കെ പോയത്തക്കാക്കുന്നത്. ഇവിടുത്തെ രണ്ട് പേര് ഞാൻ പറയുന്നില്ല, പറയാൻ മാത്രമില്ല. ഈ രണ്ട് മനുഷ്യന്മാർ മാത്രമല്ല, 4-5 ആളുകൾ മാത്രമാണ് മനുഷ്യരെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. മിസ്രിൽ പോയാൽ കാണാം, ആഹാറുകളെല്ലാം ഇങ്ങനെ ശരിക്ക് കണ്ണാടിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കാണാം. ഇത് കിട്ടുന്നവരാണ് വിജയികൾ എന്ന് ഖുർആൻ പറഞ്ഞതാ. പിന്നെ എത്രയെത്ര തെളിവാണ്! ആ സഹാബിയെ സംബന്ധിച്ച് മുത്തബിഉ സുന്നത്ത്, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിൻപറ്റുന്നവർ എന്ന് പ്രത്യേകമായ ഒരു പേര്. എല്ലാ സ്വഹാബികളും സുന്നത്ത് പിൻപറ്റുന്നവർ തന്നെയാണ്. ഒരൊറ്റ സ്വഹാബിയും സുന്നത്ത് ഒഴിവാക്കിയവരല്ല. പക്ഷേ അദ്ദേഹത്തിന് പ്രത്യേകം പേര് കിട്ടിയത് റസൂലുള്ളാഹിന്റെ ആഹാറുകളെ പ്രത്യേകമായി മറ്റുള്ളവരെക്കാൾ പരിഗണിച്ചിരുന്നു കേട്ടോ. സഹീഹുൽ ബുഖാരിയിലെ വലിയ സുദീർഘമായ ഹദീസിൽ കാണാം, മദീനയിൽ നിന്ന് മഹാനവറുകൾ അമീറായി ഹജ്ജിന് വരുന്ന സമയത്ത് ഇടക്കിടക്ക് ചില സ്ഥലത്ത് ഇറങ്ങി ഇരിക്കുകയും നിസ്കരിക്കുകയും ബർക്കത്തെടുക്കുകയും ചെയ്യും. അപ്പൊ നിസ്കരിക്കാൻ ഇറങ്ങുമ്പോ കൂടെയുള്ളവർ ചോദിക്കും, അതല്ല അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ആ കാണുന്നത് പള്ളിയാണല്ലോ, ആ പള്ളിയിൽ പോയി നിസ്കരിക്കാതെ ഇവിടെ ഈ മണ്ണിൽ നിങ്ങൾ നിസ്കരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, പള്ളി ബഹുമാനമുള്ളത് തന്നെയാണ്, പക്ഷേ ഞാനിപ്പോൾ നിസ്കരിച്ച ഈ സ്ഥലമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച സ്ഥലം. ആ സ്ഥലത്തെ പോലെ പള്ളിക്ക് പ്രാധാന്യമില്ല. അല്ലാഹുവിന്റെ ഹബീബ് തൊട്ട സ്ഥലം അതിനെപ്പോലെ മറ്റൊരു സ്ഥലത്തിന് പ്രാധാന്യമില്ല. സഹോദരന്മാരെ, അങ്ങനെ എത്രയെത്ര തെളിവുകൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം. ലോകത്താദ്യമായി എടുക്കപ്പെട്ട വീട് കഅബമാണ്. ആ കഅബത്തിന്റെ അടുക്കൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന ദൃഷ്ടാന്തമാണ് മഖാമു ഇബ്രാഹീം.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാമ് അഥവാ അവിടുത്തെ കാലിന്റെ ചവിട്ട് ഏറ്റ സ്ഥലം, പാദസ്പർശനമേറ്റ കല്ല്. എന്റെ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ചവിട്ടിയ കല്ലിന് മഹാത്മ്യമുണ്ടെന്ന് ഖുർആൻ പഠിപ്പിച്ചത് ആ ഒരു കല്ലിന് മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചവിട്ടിയ സ്ഥലത്തിന് അതിനേക്കാൾ പ്രത്യേകതയുണ്ട്. തങ്ങൾ നിസ്കരിച്ച സ്ഥലത്തിന് അതിനേക്കാൾ പ്രത്യേകതയുണ്ട്. അതുപോലെ നബി തങ്ങൾ ഉപയോഗിച്ച സാധനങ്ങൾക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ. അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങളൊന്നും തിരിയാതെ ഇങ്ങനെ പൊട്ടന്മാരായി കൊണ്ടുവരുന്നതൊക്കെ സ്വീകരിക്കുന്നവരല്ല കേട്ടോ. ഞങ്ങൾ അങ്ങേയറ്റം ചിന്തിക്കുകയും ഞങ്ങൾ പഠിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗൗരവമായി ചിന്തിക്കണം. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നടക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നാലെ ഒന്നും പോകാതെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവിടുത്തെ കൽപ്പന 100% ശിരസാവഹിക്കുകയും വേണം. ഇതും മാത്രം പറഞ്ഞു നടക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് കൽപ്പിച്ചത് സ്വീകരിക്കണം. അവിടുത്തെ സുന്നത്ത് എടുക്കണം. അവിടുന്ന് തഹജ്ജുദ് നിസ്കാരം, രാത്രി പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കാരം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തിട്ടുള്ള നിസ്കാരമാണ്. وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر سطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിച്ച ബൈത്താണ് ഞാൻ ചൊല്ലിയത്. അല്ലാഹുവിന്റെ ഹബീബ് എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. രാത്രി പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. സുബഹിന്റെ സമയത്ത് ഖുർആൻ ഓതുന്നവർ പറഞ്ഞു നേരത്തെ ഫർള് നിസ്കാരം കൃത്യമായി ോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഹാറുകൾ അവിടുത്തെ ശഅർ മുബാറക്കും അവിടുത്തെ കൈകൊണ്ട് തൊട്ടതും അവിടത്തെ കൊണ്ടുള്ളതും അവിടെ തൊട്ടിട്ടുള്ളതുമായ മുഴുവൻ വസ്തുക്കൾക്കും ഉണ്ട്. അതിന്റെ ഇപ്പുറത്ത് സഹാബികൾക്കുള്ളതിനുണ്ട്, താബീങ്ങളുടേതുണ്ട്, ഔലിയാക്കളുടേതുണ്ട്, എല്ലാം ഉണ്ട്. സുബ്ഹാനല്ലാഹ് ഏറ്റവും മേലെയായ ഭർത്തവ. നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയ സ്ഥലത്ത് എന്റെ ചെറുപ്പക്കാര് ചിന്തിക്കണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയ സ്ഥലത്ത് മുദർരിസായിട്ട് പോയിരിക്കുന്ന സമയത്ത് ആ ഇമാം നവവി ഇരുന്ന സ്ഥലം ചുംബിച്ച് അവിടുത്തെ വലഭാഗവും ഇടഭാഗവും മുഖം ആ മണ്ണിൽ ഉരതിക്കൊണ്ട് അമസ്സു ബിഹർരി വജ്ഹി മകാരം മസ്സഹു ഖദമുൻ നവാവി, ഇമാം നവവി കാലുകൊണ്ട് ചവിട്ടിയ താലം ഞാൻ എന്റെ മുഖം കൊണ്ടിതാ ചുംബിക്കുകയും എന്റെ മുഖത്തിന്റെ 2 ഭാഗവും ഞാൻ അവിടെ കൊണ്ടുവച്ച് വരുതുകയും ചെയ്യുന്നു എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞുവെങ്കിൽ അതാ നവവി ഇമാമിന്റെ കാല് ചവിട്ടിയ സ്ഥലത്തിന് ഇമാം സുബ്കി മഹത്വം കൽപ്പിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ ഖബറിന്റെ അടുക്ക് പോയിട്ട് മുഖങ്ങനെ വരക്കുന്ന ആളുണ്ടായിരുന്നു. ഇമാം ബുഖാരി തന്നെ സഹീഹിൽ അദ്ദേഹത്തിന്റെ ഉസ്താദുമാരായി എണ്ണിയ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കിയാൽ കാണാം. അവർ പറയുന്നു, എനിക്ക് വല്ല മശക്കത്തുണ്ടായാൽ, വല്ല ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ എല്ലാ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കലേക്ക് പോകും. എന്നിട്ട് എന്റെ മുഖം അവിടെ ആ ഖബറിന്റെ അടുത്തിട്ട് വരുത്തും. എന്നിട്ട് റസൂലുള്ളാഹിനോട് എന്റെ കാര്യങ്ങൾ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കത് ആ സമയത്ത് സാധിപ്പിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഹവായിജുകളെ വീട്ടിത്തരും. നോക്ക് നിങ്ങൾ മഹാന്മാര് ബഹുമാനിക്കല്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് നോക്കൂ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചതും ഇമാം അബൂ ഹനീഫ മരണപ്പെട്ടതും ഒരു ദിവസമാണ്. ഇമാം അബൂ ഹനീഫയെ ഷാഫി ഇമാം കണ്ടിട്ടില്ല. അബൂ ഹനീഫ ഇമാം മരണപ്പെട്ട അതേ ദിവസമാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അങ്ങനത്തെ ഇമാം ഷാഫിഈ മിസ്റിലായ സമയത്ത് ഉണ്ടായ സംഭവം പറയുന്നു. എനിക്ക് വല്ല വിഷമങ്ങളും ഉണ്ടായാൽ, എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് ഞാൻ പോകും. എന്നിട്ട് അവിടെ ഖബർ സിയാറത്ത് ചെയ്തിട്ട് ഞാൻ അല്ലാഹുവിനോട് ദുആരക്കും. അപ്പൊ എന്റെ കാര്യങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം. അങ്ങനെ എല്ലാ മഹാന്മാരും മഹത്തുക്കളുടെ സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചത്. അതാണ് സുന്നത്ത് ജമാഅത്ത്. അതിൽ മഹത്തുക്കളിൽ മഹാനരായ ഏറ്റവും വലിയ ശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ ആധാറുകൾക്കും ബർക്കത്തുണ്ട്, അതിന് മഹത്വമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആധാറുകളെ ബഹുമാനിക്കാനും മഹത്വങ്ങൾ സമ്പാദിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഒന്ന് എഴുതിയിട്ടൊന്ന് ഒരൊറ്റ സ്വലാത്ത് ഞാൻ പറഞ്ഞുതരൂ. ആ സ്വലാത്ത് നിങ്ങളൊക്കെ എല്ലാ ദിവസവും ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ സ്വലാത്ത് തന്നെ ചെല്ലണമെന്നില്ല, ഏത് സ്വലാത്തും നിങ്ങൾക്ക് ചെല്ലാം. ഈ സ്വലാത്തിൽ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തും അവിടുത്തെ ആലിനെയും സ്വഹാബിനെയും എല്ലാം ഉൾപ്പെടുത്തി ഉസ്താദന്മാര് മശായിഖന്മാര് ഇജാസത്ത് തന്നിട്ടുള്ള സ്വലാത്ത് ആണ്. ആ സ്വലാത്ത് നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 പ്രാവശ്യമെങ്കിലും ചെല്ലണം. അത് 25 ആക്കണം, പിന്നെ 100 ആക്കണം. അങ്ങനെ എത്രയോ സ്വലാത്തുകൾ ചെല്ലണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഈ റബീഉൽ അവ്വലിന്റെ 1 മുതൽ ഇന്നലെ റബീഉൽ അവ്വൽ അവസാനിച്ചല്ലോ. ഈ അവസാനിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ആഹ്വാനമനുസരിച്ച് സാധുക്കളായി ഞങ്ങൾ അറിയിച്ചതനുസരിച്ച് ഗൾഫ് രാജ്യങ്ങളിലും നമ്മുടെ നാടുകളിലുമായി എത്രയോ കോടി സ്വലാത്ത് ഇന്ന് നമുക്കൊരു സ്ഥലത്തുനിന്ന് വിവരം കിട്ടി. 38 കോടി സ്വലാത്ത് അവരുടെ വകയായി ചൊല്ലിയെന്ന്. അങ്ങനെ 38, 40, 50, 100 കോടി സ്വലാത്ത് ചൊല്ലി ഈ റബീഉൽ അവ്വൽ വന്നതിന്റെ ശേഷം നമ്മളെ മുഹിബ്ബീങ്ങൾ മാത്രം അർഹമുർ റഹീമായ അല്ലാഹ് ഈ സ്വലാത്തുകളൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും ഇനിയും ഒരുപാട് സ്വലാത്ത് നിർവഹിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ വിജയത്തിലാക്കണം റഹ്മാനേ. ഈ സ്ഥാപനം ഹികമിയ എന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് സ്ഥലം സൗജന്യമായി തന്ന മുഹമ്മദ് ഹാജിക്കും അദ്ദേഹത്തിന്റെ ഭാര്യക്കും നീ ഗുണം ചെയ്യണം റഹ്മാനേ.
ഇവിടെ ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും പള്ളിയും മറ്റുണ്ടാക്കാനും അധ്വാനിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഇതിനെ നിയന്ത്രിച്ചുകൊണ്ട് നടക്കുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടുകാർക്കും നീ കൂടുതൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഞങ്ങൾക്കെല്ലാവർക്കും ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനേ, ഇസ്സത്ത് നൽകണം റഹ്മാനേ. ഇവിടെ തറക്കല്ലിട്ട് ഇപ്പോഴും പ്രവർത്തനത്തിലിരിക്കുന്ന ആ പദ്ധതിക്ക് സഹായിക്കാൻ എല്ലാവർക്കും നീ മനസ്സിട്ട് കൊടുക്കണേ റഹ്മാനേ. എല്ലാവർക്കും നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഈ മഹത്തായ പരിപാടി ഇന്നലെ നടക്കാതെയായി പോയിട്ടും ഇന്നും രണ്ടാമത് വന്നിട്ടുള്ള ഇത്രയും നേരം ഇരുന്നിട്ടുള്ള ഇതിന് സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇതിന്റെ വളണ്ടിയർമാർക്കും പ്രവർത്തകർക്കും എല്ലാം നീ ബർക്കത്ത് ചെയ്തു തരണേ റഹ്മാനേ. പടച്ചവരെ താജുല്ലുലമ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി. ഇനി ഞങ്ങൾക്ക് അതുപോലുള്ളൊരു നേതാവ് ഇല്ല റബ്ബേ. എങ്കിലും നീ ഞങ്ങളെ പ്രത്യേകമായി സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ സയ്യിദന്മാർക്കെല്ലാം നീ നല്ല ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നേതാക്കന്മാർക്ക് എന്ന ഉസ്താദ് പോലെയുള്ള ഉസ്താദ് തുടങ്ങിയ ആലിമീങ്ങൾക്കും ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ, വൈലത്തൂർ ബാവ മുസ്ലിയാർ തുടങ്ങി ഹബീറാൻകുട്ടി മുസ്ലിയാർ, ലീലാൻകുട്ടി മുസ്ലിയാർ തുടങ്ങി ഞങ്ങളെ ആൾക്കെല്ലാവർക്കും നീ നല്ല ഇസ്സത്തും ഇഫ്ഫത്തും ആയുസ്സും ആരോഗ്യവും നൽകണം റഹ്മാനേ. നല്ല ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ആഫിയത്തിനെ ഏറ്റിത്തരണം റഹ്മാനേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ, അവിടുത്തെ ചരിത്രം പറയാൻ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം ആയുസ്സിനെ നീട്ടിത്തരണം റഹ്മാനേ. إن أبي ووالدتي وعرضي لعرض محمد منكم فداء എന്ന് ഹസാൻ ഇബ്നു സാബിത്ത് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ശരീരങ്ങളെല്ലാം ഞങ്ങളുടെ സർവസ്വവും എന്റെ ഹബീബിൽ ഫിദാഅ് അല്ലാഹ്. ഞങ്ങളുടെ ഹബീബിന് വേണ്ടി ഞങ്ങൾ തള്ളമാക്കി വെച്ചിരിക്കുന്നു അല്ലാഹ്. അതുകൊണ്ട് അവിടുത്തെ തിരുനോട്ടം ഞങ്ങളിലേക്ക് നീ ഇട്ടുതരണം റഹ്മാനേ. റസൂലുള്ളാഹിന്റെ തിരുനോട്ടം ഞങ്ങൾക്കുണ്ടാവണം റഹ്മാനേ. ധാരാളമായി റസൂലുള്ളാഹിനെ യഖ്ളത്തിലും മനാമിലും കാണാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. റസൂലുള്ളാഹിനെ ധാരാളമായി യഖ്ളത്തിലും മനാമിലും കാണുന്ന കൂട്ടത്തിൽ ഞങ്ങളപ്പെടുത്തണം റഹ്മാനേ. അവിടുത്തെ നബിറ് ഞങ്ങളിലേക്കുണ്ടാവണം റഹ്മാനേ. റഹ്മാനേ, അതുവഴി നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ വിട്ടുകടയല്ലേ അല്ലാഹ്. ഞങ്ങൾ പാപികളാണ്, കുറ്റം ചെയ്തവരാണ്. എന്ത് തന്നെ ചെയ്താലും നിന്റെ മഹാന്മാരായ അംബിയാവ് ഔലിയാവ് സ്വാലിഹീങ്ങളെ പ്രിയം വെക്കുന്നവരാണ്, അവരുടെ ആഹാറുകളെ പ്രിയം വെക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളെയും അവരെ കൂട്ടത്തിൽ പെടുത്തണം റഹ്മാനേ. അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഞങ്ങൾക്ക് ദീർഘായുസ്സ് തരണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം തരല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം തരല്ലേ അല്ലാഹ്. അപകടത്തിൽ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാർ ബഹറുൽ ഉലൂം ശൈഖ് സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് മഹാനവറുകൾക്ക് ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പണ്ഡിതന്മാർ സർശോല ഉസ്താദ്, ഇസ്മായിൽ ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, എമ്പിച്ചാരി ഉസ്താദ് തുടങ്ങി ഞങ്ങളുടെ ഉസ്താദുമാരും ഞങ്ങളുടെ ശിഷ്യന്മാര് പലരും മരിച്ചു പോയവരുണ്ട്. അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. കൊണ്ടൂർ ഉസ്താദ്, ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാർ സാധുക്കളായ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തവരാണ്, ഞങ്ങളെ സഹായിച്ചവരാണ്. അവർക്കൊക്കെ നീ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനേ.
ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും EK അബൂബക്കർ മുസ്ലിയാരുമൊക്കെ സംഘടനാപരമായി അല്പം അകന്നുപോയെങ്കിലും അവസാനം ഞങ്ങളോടൊക്കെ വളരെ ബന്ധപ്പെട്ടവരായിരുന്നു. അവരുടെ ഹൃദയത്തിൽ ഞങ്ങളോട് സ്നേഹമുണ്ടായിരുന്നു. അർഹമുർ-റഹീമേ, അവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. അതുപോലെ ഞങ്ങളെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് മരണപ്പെട്ടുപോയ ഹുസൈൻ ശിഹാബ് തങ്ങളടക്കം എല്ലാ സയ്യിദന്മാർക്കും എല്ലാ മഹാന്മാർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ ഹുസൈൻ ശിഹാബ് തങ്ങൾ അവർക്ക് നീ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ബഹുമാനപ്പെട്ട ജബലുല്ലൈലി തങ്ങൾ, ഫസ്ലു തങ്ങൾ, അവേരത്ത് തങ്ങൾ തുടങ്ങിയ ഞങ്ങളെ സയ്യിദന്മാരൊക്കെ പോയി. അവർക്കൊക്കെ നീ ദർജനെ ഏറ്റണേ റഹ്മാനേ. താജുൽ ഉലമക്ക് നീ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ഖബറിൽ വെച്ചുകൊണ്ട് മാഇൽമുക ബിഹാദർ റജുലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ച് ചോദിക്കുന്ന സമയത്ത് ഹാദാ റസൂലുള്ളാഹി ജാഅനാ ബികിതാബില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, ഞങ്ങൾക്ക് അവിടുന്ന് കിതാബുമായി വന്നു, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയപ്പെടുന്ന കൂട്ടത്തിൽ താജുൽ ഉലമയെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും പെടുത്തണേ അല്ലാഹ്. നംലൗമത്തൽ അറൂസ് എന്ന് പറഞ്ഞ് മലക്കുകൾ സമാധാനിപ്പിക്കുന്ന കൂട്ടത്തിൽ പെടുത്തണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ കൊണ്ട് പഠിക്കുന്ന മുതഅല്ലിമീകളെയൊക്കെ ഉഖ്റവിയായ മുതഅല്ലിമീകളാക്കണം റഹ്മാനേ. ഏതെങ്കിലും ദുനിയവിയായ ഹർമിന് വേണ്ടി ഞങ്ങൾക്കെതിരായി നിന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെയൊക്കെ നീ നന്നാക്കി കൊടുത്ത് ഷർറിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ ശിഷ്യന്മാരെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ ബന്ധുക്കളെയും പ്രിയക്കാരെയും ഒക്കെ നീ നല്ലവരാക്കി തരണം റഹ്മാനേ. ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. പയ്യനാട് തങ്ങള് ബഹുമാനപ്പെട്ടവര് വളരെ മുഹിബ്ബായിരുന്നു. അവർക്ക് നീ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. അവിടുന്ന് ഉദ്ദേശിച്ച പ്രകാരം അവിടുത്തെ മഖാമും അവിടുത്തെ സ്ഥലവും നീ ആക്കിത്തരണേ റഹ്മാനേ. അവിടുത്തെ പേരിൽ ദിക്റ് ചൊല്ലാനും സലാത്ത് ചൊല്ലാനും വഖഫാക്കി എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞവരാണ് മഹാനവറുകൾ. പക്ഷേ ആരുടെയോ കുബുദ്ധി കൊണ്ട് അത് പിടിച്ചു വച്ചിരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് മഹാനവറുകൾക്ക് ജീവിതത്തിലുള്ള ആഗ്രഹം പോലെ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ചെയ്യാൻ പയ്യനാട് തങ്ങളുടെ സ്വത്തുകൊണ്ട് അവിടെ ഖുർആനോദാനും ദിക്റ് ചൊല്ലാനും സാഹചര്യമുണ്ടാക്കി തരണം റഹ്മാനേ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സിദ്ദീഖ് ഹാജി അടക്കമുള്ള എല്ലാ പ്രവർത്തകർക്കും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. ഇന്ന് ഇവിടെ വെള്ളം കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന് സിദ്ദീഖ് ഹാജി അടക്കം നമ്മുടെ പ്രവർത്തകന്മാര് ഒരു ചെറിയ വെള്ളമല്ലാതെ അല്ലാഹുവിന്റെ ഹബീബ് കുടിച്ച പാത്രത്തിലൊഴിച്ച വെള്ളമാണ്. അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന റൗള അതിൽ ഒഴിച്ചിട്ടുള്ള വെള്ളവും കൂട്ടിയിട്ടുണ്ട്. അവിടത്തെ തുർബത്ത് എന്ന് പറഞ്ഞാൽ ഏത് AC ഇട്ട റൂമിലും കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെ പൊടിയുണ്ടാവും. ആ പൊടി തുടച്ചെടുക്കുന്നതാണ്. അത് ബർക്കത്തിന് വേണ്ടിയും ശിഫക്ക് വേണ്ടിയും അവിടെ നിന്ന് മദീനക്കാര് കൊടുക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത് കോഴിക്കോട് സമ്മേളനത്തിൽ വന്ന് മദീന മുനവ്വറയിലെ ഖാദിമ് അവരും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാന്മാര് നൽകിയ അതെല്ലാം ചേർത്തിയിട്ടുള്ള വെള്ളമാണ്. കിട്ടാത്തവർക്ക് ഇനി കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യുന്നതാണ് എന്നുകൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ അടുത്ത വ്യാഴാഴ്ച 6-ാം തീയതി മഗ്രിബിന് ശേഷം മർക്കസ് തഖാഫത്തി സുന്നിയയിൽ താജുൽ ഉലമയുടെ പേരിൽ ഖുർആനോത്തും തഹ്ലീലും ദിക്റുകളും നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ വരണമെന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ആരാണ് ഇപ്പൊ നമ്മളെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ കുറച്ച് പൈസ